ഇസ്രായേലിൽ ഇറാന്റെ മിസൈൽ വർഷം നടക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷം പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ടെൽ അവീവിൽ 8 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ജനങ്ങളോടെല്ലാം എത്രയും പെട്ടെന്ന് ബങ്കറുകളിലേക്ക് അഭയം തേടാനായിട്ട് നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. തിരിച്ചടിക്കുമെന്ന് ഇസ്രായേലും തിരികെ പറയുന്നു. അമേരിക്ക ഇസ്രായേലിന് പിന്തുണയുമായി രംഗത്തെത്തുന്നു. പശ്ചിമേഷ്യയിൽ തീർത്തും കലുഷിതമായിട്ടുള്ളൊരു സാഹചര്യം രൂപപ്പെടുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭീതിതമാക്കുന്നത്. കാര്യങ്ങളൊക്കെയും റിജിൽ രാജും ഇംതിയാസ് കരീമുമാണ് വിവരങ്ങൾ നൽകാനായിട്ടുള്ളത്. റിജിലിലേക്ക് ഒന്ന് പോവുകയാണ്. റിജിൽ, നിലവിൽ ലഭ്യമാകുന്ന കണക്കനുസരിച്ച് 200, 150, 200 അങ്ങനെ അത്രമാത്രം മിസൈലുകളൊക്കെ വന്ന് പതിച്ചു. ചില സൈറ്റുകളിലൊക്കെയും ചില ഇന്റർനാഷണൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് 400 മിസൈലുകൾ വന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കുന്ന ഇസ്രായേൽ സംവിധാനമുണ്ട്. അതൊക്കെ ഏത് തരത്തിൽ പ്രവർത്തിക്കുന്നു? എന്താണ് ഇസ്രായേൽ പ്രതിരോധ സേനയിൽ നിന്ന് അല്ലെങ്കിൽ ആ വകുപ്പിൽ നിന്നൊക്കെ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? അക്ഷയ, 2011 അയം ഡോമിനെ പറ്റി നമ്മൾ കേട്ടു തുടങ്ങിയത്. അതായത് ഹമാസ് ഇസ്രായേൽ സംഘർഷം രൂക്ഷമായ സമയത്താണ് അത്തരമൊരു സംവിധാനം ഇസ്രായേലിനുണ്ട്. പ്രത്യേകിച്ച് 4 കിലോമീറ്റർ മുതൽ 70 കിലോമീറ്റർ ദൂരത്തു നിന്ന് വരുന്ന മിസൈൽ അടക്കം തടുക്കാൻ കഴിയുന്ന സംവിധാനമാണ് വികസിപ്പിച്ചിട്ടുള്ളത് എന്നാണ് അന്ന് ഇസ്രായേൽ പറഞ്ഞത്. ഇറാൻ അന്ന് നടത്തിയ ആക്രമണം ഒരു പരിധിവരെ തടുത്തു നിർത്താനും അന്ന് ഈ സംവിധാനത്തിലൂടെ അടക്കം ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന വാദവും അക്കാലത്ത് കേട്ടിരുന്നു. എന്തായാലും ഈ ഘട്ടത്തിൽ ഒരു അപ്രതീക്ഷിത ആക്രമണം എന്ന നിലയ്ക്ക് ആണ് ഇന്ന് ആക്രമണം ഉണ്ടായത്. അത് ഈ സംവിധാനത്തിലൂടെ ഏതെങ്കിലും രീതിയിൽ തടുക്കാൻ കഴിഞ്ഞു എന്നതടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും പുറത്തു വരേണ്ടതാണ്. കപ്പലുകളിലും ഭൂമിയിൽ നിന്ന് മാത്രമല്ല കപ്പലുകളിൽ നിന്ന് കടലിൽ നിന്നടക്കമുള്ള ആക്രമണങ്ങൾ ഒരേ സമയം നേരിടാൻ ആ സംവിധാനത്തിന് കഴിയും. അതായത് യുദ്ധക്കപ്പലിൽ സ്ഥാപിക്കുന്ന അയൺ ഡോം സംവിധാനങ്ങൾ ആണ് വികസിപ്പിച്ചിട്ടുള്ളത് എന്നാണ് അന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടിട്ടുള്ളത്. 2021 ഇതേ രീതിയിലുള്ള സമാനമായ രീതിയിലുള്ള ഒരു മിസൈൽ വേദ സംവിധാനം ഇറാനും രൂപകൽപ്പന ചെയ്തിരുന്നു. അതായത് ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ തടുക്കാൻ തങ്ങൾക്കും കഴിയും ഈ സംവിധാനത്തിലൂടെ എന്നാണ് അന്ന് ഇറാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ സംവിധാനങ്ങളൊക്കെ എത്രമാത്രം കാര്യമായി പ്രവർത്തിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും പുറത്തു വരേണ്ടത് തന്നെയാണ്. എന്തായാലും ഈ ഘട്ടത്തിൽ എന്തായാലും വലിയ ആക്രമണമാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അത് അതിവേഗമായിരുന്നു, അത് അപ്രതീക്ഷിതമായിരുന്നു. അതിൻ്റെ ഒരു മുന്നറിയിപ്പ് എന്ന് നൽകിയത് അമേരിക്ക മാത്രമായിരുന്നു. ആ മുന്നറിയിപ്പ് അതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള ഈ രീതിയിലുള്ള ഒരു തിരിച്ചടി ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വേണം കണക്കാക്കാൻ. കാരണം അവർ ആ രീതിയിലുള്ള ഒരു ഒരുക്കങ്ങൾ നടത്തിയതായി എവിടെയും നമ്മൾ കണ്ടിട്ടില്ല. വലിയ ആക്രമണം എന്തായാലും ഇസ്രായേൽ ഈ ഘട്ടത്തിൽ നേരിടുന്നുണ്ട്. അതിന് ഏത് വിധത്തിൽ പ്രതിരോധിക്കുമെന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയേണ്ടതാണ്. അക്ഷയ.